يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ചേർന്നിരുന്നു ഈ വടവൊക്കെ പൂർത്തിയാക്കാൻ കട്ടിരുന്നു. ഇതിൻ്റെ സദസ്സിനോടുള്ള കടമ നിർവഹിച്ചാൽ അല്ലാഹു തആല ഹിദായത്ത് തരും. ശരിക്ക് ഹരണ്ടാക്കാനുള്ള സംസാരമുള്ളത് നമ്മൾ ഹൃദയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ മജ്‌ലിസിൻ്റെ അദബുകൾ പൂർത്തിയാക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ പ്രയോജനമുണ്ട്. അല്ലാഹു തആല നമ്മളെ എല്ലാം കബൂലാക്കുന്നതാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ തന്നത് നമ്മുടെ സ്വസ്ഥതക്കും സമാധാനത്തിനും വിജയത്തിനും വേണ്ടിയിട്ടാണ്. ദീനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. അതിലൂടെയാണ് സ്വസ്ഥത ഉള്ളത്, അതിലൂടെയാണ് സമാധാനം ഉള്ളത്. ദീൻ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടാക്കാനോ കഷ്ടപ്പെടുത്താനോ ഉള്ളതല്ല. ദീൻ നമ്മളെ രക്ഷക്കുള്ളതാണ്, ദീൻ നമ്മളെ വിജയത്തിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് മനുഷ്യർക്ക് നന്മയും ഖൈറും ഉദ്ദേശിക്കണോ അവർക്ക് ദീനും ദീനിന്റെ പരിശ്രമവും ദീനത്തെ ജീവിക്കാനുള്ള തൗഫീഖും അല്ലാഹു തആല നൽകും. അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നബിമാരായിട്ട് തെരഞ്ഞെടുത്തത്. അവന്റെ മൊത്തം സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് ആര്? നബിമാർ അലൈഹിം സ്വലാത്തു വസ്സലാം. നബിമാർ അലൈഹിം സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുത്തിട്ട് അള്ളാഹ് എന്താ കൊടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് ദീനാണ്. ദീൻ കൊടുത്തു എല്ലാ നബിമാർക്കും. ഇഷ്ടപ്പെട്ട അടിമകൾ നബിമാർ അലൈഹിം സ്വലാത്തു വസ്സലാമാണ്. അവർക്ക് അള്ളാഹ് കൊടുത്തത് ദീനാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നത് ദീനാണ്. ഓരോ നബിമാർ അലൈഹിം സ്വലാത്തു വസ്സലാം ഓരോ കാലഘട്ടങ്ങളിൽ വരും. ഓരോ കാലഘട്ടങ്ങളിൽ വന്നിട്ട് അതാത് ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുമായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആളുകൾ പൂർണ്ണമായി നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽപ്പനകളെയോ ദഅവത്തിനെയോ അംഗീകരിക്കൂലായിരുന്നു. കുറെ വിളിച്ചുകൊണ്ടിരിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, ജനങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. ഖാല ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായിട്ട് ഖുർആൻ പറയാൻ, ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, ഞാൻ എൻ്റെ ജനങ്ങളെ രാവും പകലും വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ, ഞാൻ അവരെ വിളിച്ചതിന്റെ പേരിൽ അവരിൽ നിന്ന് വിരണ്ടോടല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. 950 കൊല്ലം ജനങ്ങളെ വിളിച്ചു. പക്ഷെ ഭാര്യ വിശ്വസിച്ചില്ല, മകൻ വിശ്വസിച്ചില്ല. പക്ഷെ നബി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പരിശ്രമം പൂർത്തിയാക്കി അള്ളാഹുലേക്ക് യാത്രയായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിശ്രമിച്ചു, വാപ്പനെ കിട്ടിയില്ല. പരിശ്രമം പൂർത്തിയാക്കി അള്ളാഹുലേക്ക് മടങ്ങി. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പരിശ്രമിച്ചു, അദ്ദേഹത്തിന്റെ ജനതയിൽ ഭാര്യ വിശ്വസിച്ചില്ല. പക്ഷെ ഭാര്യനെ കിട്ടിയില്ല, ഭാര്യ വിശ്വസിച്ചില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പണി പൂർത്തിയാക്കി പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, പരിശ്രമിച്ചു, ആളുകളെ ബനി ഇസ്രായേലിലെ അള്ളാഹുവിലേക്ക് വിളിച്ചു, ജനങ്ങളെ അള്ളാഹിലേക്ക് വിളിച്ചു. കുറെ ആളുകൾ വിശ്വസിച്ചു, കുറെ ആളുകൾ അവിശ്വസിച്ചു.
സാധാരണ ലോകത്ത് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പരിശ്രമിച്ചുകൊണ്ടായിരുന്നു. ഓരോ നബിക്കും പരിശ്രമത്തിന് ഒരു മൈതാനം ഉണ്ടായിരുന്നു, ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിലാണ് ജനിച്ചത്. പരിശ്രമത്തിന്റെ മൈതാനം ഇറാഖായിരുന്നു. പിന്നെ മക്കയിലേക്ക് പോയി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീൻ, മിസ്ർ, ഈജിപ്ത്, ജോർദാൻ ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഓരോ നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം ഓരോരോ ഏരിയയിൽ. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീൻ ഉണ്ടാവുമ്പോൾ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോരോ പ്രദേശങ്ങളിൽ നബിമാർ പരിശ്രമിക്കാൻ. നബിമാർക്ക് ആകെ ഉത്തരവാദിത്തം ആ പ്രദേശമാണ്. താനൂർ പ്രദേശമാണെങ്കിൽ താനൂർ, മലപ്പുറം ജില്ല ആണെങ്കിൽ മലപ്പുറം ജില്ല, അപ്പൊ തിരുവനന്തപുരം ജില്ല വേറെ പ്രവാചകനുണ്ടാവും. ഇതേപോലെ ഓരോ നാടുകളിൽ പ്രവാചകന്മാർ പണിയെടുത്തുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ എത്ര ഉത്തരവാദിത്തം ഉള്ളത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകളെ വിളിക്കുക, മരണത്തോടു കൂടി ഓരോ ഉത്തരവാദിത്തം തീർന്നു. പിന്നെ ആ നാട്ടിലേക്ക് വേറെ പ്രവാചകന്മാർ വരും. സാർമാർ സ്നേഹമാരെങ്ങനെ നബിമാർ വന്നുകൊണ്ടേ പോയി അവസാനമായി അല്ലാഹു തആല തെരഞ്ഞെടുത്ത അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഇഷ്ടമുള്ള വേറൊരാളുമില്ല. മുഴുവൻ നബിമാരെയാണ് സൃഷ്ടികളിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. ആ നബിമാരിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടാരോടാണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശ്രമത്തിന്റെ മൈതാനത്തിലാണ്. എവിടൊക്കെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശ്രമം? ലോകം മുഴുവനാണ്. ഒരു മക്കത്തേക്ക് വേണ്ടി വന്ന അല്ലെങ്കിൽ മദീനത്തേക്ക് വേണ്ടി വന്ന നബിയല്ല, ലോകത്തിന് വേണ്ടി വന്നതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടേ ഇല്ല. ലോകത്തിന് അനുഗ്രഹമായിട്ട് എല്ലാ മനുഷ്യർക്കും നന്മക്ക് വേണ്ടിയാണ്. കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. മുഴുവൻ മനുഷ്യർക്കും മുന്നറിയിപ്പുകാരനായും സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ടുമാണ് അല്ലാഹു തആല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യർക്കും വേണ്ടി വന്നതാണ്. എത്ര കാലത്തേക്ക്? ഖിയാമത്ത് നാൾ വരെ. ഇനി എന്റെ ഇടയിൽ നബി വരാനില്ല. ലാ നബിയ ബഅദി വലാ ഉമ്മത ബഅദകും. എനിക്ക് ശേഷം ഇനി നബി വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഇനി ഉമ്മത്തും വരാനില്ല. അവസാനത്തെ ഉമ്മത്തികൾ നിങ്ങളാണ്. കാരണം ഞാൻ അവസാനത്തെ നബിയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ഇനി ഒരു നബി വരാനില്ല. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമത്തിന്റെ മൈതാനം എത്രയാണ്? ഒരു ഫലസ്തീനോ ഒരു മിസ്രോ ഒന്നല്ല, ഒരു മക്കയും മദീനയല്ല, ലോകം മുഴുവനുള്ള മനുഷ്യരോട് അല്ലാഹുവിനെ കുറിച്ച് പറയണം. എത്ര? ഖിയാമത്ത് നാൾ വരെ. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പണിയെടുത്തു, അതിനുശേഷം ഞങ്ങൾ വഫാത്തായി പോയി, അതിനുശേഷം വേറെ നബി വരെ. അങ്ങനെയില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ദാവത്ത് എത്തിച്ചു കൊടുക്കുക നബിയുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങൾക്ക് ശേഷം ഒരു നബി വരാനില്ലാത്തതുകൊണ്ട് ഈ ജോലി തങ്ങളുടെ ഉമ്മത്തികളെ ഏൽപ്പിക്കാൻ. ആരേൽപ്പിക്കാണ്? തങ്ങൾ ഇനിയൊരു നബി വരാനില്ല, എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു, മുഴുവൻ മനുഷ്യരെ ഏൽപ്പിച്ചു. ആരെല്ലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആരെല്ലാം പറയുകയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബിയാണെന്ന് ആരെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അവരൊക്കെ പണിയാണ്. കാരണം ഇനി നബി വരാനില്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താക്കി. കുൻതും ഖൈറ ഉമ്മത്തിൻ മുഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. ഉഖ്രിജത ലിന്നാസ്, ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. എന്താ നിങ്ങളെ പണി? നിങ്ങൾ ഉത്തമ സമുദായമാവാൻ എന്താ കാരണം? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ, നന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുകയും തിന്മയായ കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തമ സമുദായമായത്. ഇത് ഈ ഉമ്മത്തിന്റെ ജോലിയാണ്. കാരണം ഇനി വേറെ നബി വരേണ്ട പ്രശ്നമില്ല. 23 കൊല്ലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദഅവത്ത് ചെയ്തത്. 63 കൊല്ലം ജീവിച്ചെങ്കിലും 40 വയസ്സിന് ശേഷമാണ് നുബുവത്ത് കിട്ടിയത്. ആകെ പരിശ്രമിക്കാൻ കിട്ടിയത് 23 കൊല്ലം. എങ്ങനെ നടക്കുക? അല്ല, 23 കൊല്ലം കൊണ്ട് ഈ ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റിയ വലിയൊരു സമുദായത്തെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കി. അവരുടെ പേരാണ് സഹാബാക്കൾ. റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഓരിൽ നേരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, ഇനി ഇത് ബാക്കിയുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കും. എന്നെ നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത നിങ്ങൾ ഇനി വരാനുള്ള ആളുകൾക്കൊക്കെ ഉത്തരവാദിത്തം കൊടുത്തു പോയി. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ എന്റെ ഉമ്മത്തികളിൽ ഈ ദീൻ നിലനിൽക്കണം.
അതിനു വേണ്ടിയിട്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പിന്നിൽ പരിശ്രമിച്ചത്. അവ്വലു മൻ ആമന ബി അബൂബക്കർ വഅവ്വലു മൻ സദ്ദഖനി അബൂബക്കർ. എന്നിൽ ആദ്യം വിശ്വസിച്ചയാൾ അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. എന്നിൽ ആദ്യം വാസ്തവമാക്കിയതും അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മുഅ്മിൻ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പുരുഷന്മാരിൽ. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ദിവസം തന്നെ പണിയെടുത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്ന ആൾക്കാർ അന്ന് തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ആ പണി മരിക്കോളം ചെയ്തു. ഓരോ സഹാബാക്കളും ഏറ്റെടുത്തു. സാറുമാര് ഒരാരും മക്കത്ത് മദീനത്ത് ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ കൂടല്ല ചെയ്തത്. ഓർക്ക് എല്ലാവർക്കും പണിയെടുത്തു. മദീനയിൽ വലിയൊരു ചന്ത ഉണ്ടായിരുന്നു. ഒക്കാല എന്നാണ് ആ ചന്തന്റെ പേര്. ഭയങ്കര ഫേമസ് ആണ്. ചന്ത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മീനോ അല്ലെങ്കിൽ ഇവിടെ കാലികളെ അല്ലെങ്കിൽ പച്ചക്കറി വിൽക്കാനുള്ളതല്ല. നമ്മൾ സാധാരണഗതിയിൽ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒളിമ്പിക്സിൽ നാട്ടുപന്ത് കളിക്കുന്ന എല്ലാവർക്കും പോയി കളിക്കാൻ പറ്റുമോ? പോയി ഇല്ല. അതിനോ അതിൻ്റെതായ ആൾക്കാർ അതിൻ്റെ സിഫത്തുകളും വിശേഷണങ്ങളൊക്കെ ഒത്ത ആളുകൾക്ക് മാത്രമേ രാജ്യങ്ങൾ, ഇന്ത്യ രാജ്യം തന്നെ പങ്കെടുക്കില്ല. വേൾഡ് കപ്പിലൊക്കെ ഇന്ത്യ രാജ്യം പങ്കെടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ള ആൾക്കാർ. ഇതേപോലെ ഉക്കാല ചന്തയിൽ ഭയങ്കര സാഹിത്യ സാമ്രാട്ടുകൾ, കവികൾ ഓരൊക്കെയാണ് പങ്കെടുക്കല്. അതിൽപ്പെട്ട ഫേമസ് ആയ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തുഫൈൽ എന്നാണ്. തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തുഫൈൽ ഭയങ്കര കവിയായിരുന്നു. മക്കത്ത് വന്നു, ഒക്കാലയിൽ വന്നു, കവിത ചൊല്ലി ആളുകൾ മുഴുവനും എല്ലാ വർഷവും അദ്ദേഹം ഭയങ്കര വിജയത്തോടു കൂടി മടങ്ങും. ജിദ്ദന്റെ അടുത്ത് മക്കന്റെ അടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് മക്കത്ത് വന്നതാണ്. ഏതായാലും മക്കത്ത് പോയിട്ട് തവാഫൊക്കെ ചെയ്തിട്ട് പോകാം. പഴയ ജാഹിലിയ കാലത്തുള്ള തവാഫൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അദ്ദേഹം വരാൻ വേണ്ടി നോക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ തലവന്മാർ, ഖുറൈശി നേതാക്കന്മാർ ഓര് പറഞ്ഞു, തുഫൈൽ ബിൻ അംർ ദൗസിനോട് പറഞ്ഞു, തുഫൈലെ ഇവിടെ ഒരു പുതിയ അവതാരം വന്നിട്ടുണ്ട്, പുതിയ ടീം വന്നിട്ടുണ്ട്, ഭയങ്കര കവിതയാണ്, പേര് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൂപ്പര കെണി കുടുങ്ങരുത്. മൂപ്പര സംസാരം കേട്ട എന്തായാലും കുടുങ്ങിപ്പോവും. അതുകൊണ്ട് സംസാരം തന്നെ കേൾക്കരുത് പറഞ്ഞു. ഓലെ വർത്താനം എന്ത് ചെയ്യരുത്, കേട്ടാ കുടുങ്ങിപ്പോകുന്നു. തുഫൈലിനോട് ഒരു സൽക്കാരം കൊടുത്തു, സ്വീകരണം കൊടുത്തു. എന്ന് വീട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തുഫൈലിന്റെ ചെവിയിൽ ഇവരെന്നെ പഞ്ഞി തിരികെ കൊടുത്തു, ഒന്ന് കേൾക്കാൻ. തുഫൈൽ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് കാബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമയായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തുഫൈൽ കണ്ടു. തുഫൈൽ ഇങ്ങനെ തോന്നി, എന്തൊരു മണ്ടത്തരത്, ബുദ്ധിമാനല്ലേ ഞാൻ തുഫൈൽ, ഞാനൊരു ഗോത്രത്തിന്റെ തലവനാണ്, ഞാനെങ്ങനെ ആവുക, ആരെങ്കിലും കേൾക്കണ്ടെന്ന് പറയുമ്പോൾ കേൾക്കാക്ക, എന്തൊരു പൊട്ടത്തരാൻ, ഇന്നെ ബുദ്ധിയില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ആരെങ്കിലും പറഞ്ഞ കേൾക്കാം, എന്താ ഒരു ആൾ പറഞ്ഞ് കേട്ടാൽ എന്താ കുഴപ്പം. അതുകൊണ്ട് തുഫൈൽ എന്ത് ചെയ്ത ചെവിന്ന് പഞ്ഞെടുത്തിട്ട് ഒരൊറ്റ വരും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ, തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ വീട്ടിൽ പോയി, നേരെ വീട്ടിൽ പോയി. തുഫൈൽ ചോദിച്ചു, എന്താണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ചോദിച്ചു. തുഫൈലിനോട് നബി തങ്ങൾ സഹായങ്ങൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി. ആയത്ത് കേട്ട മാത്രമേ തുഫൈലിന് മനസ്സിലായി ഇത് കവിതല്ല. കാരണം ടോപ്പ് കവിയാണ് ആര് തുഫൈൽ ബിൻ അംർ ദൗസി, മുമ്പ് ടോപ്പ് കവിയാണ്. പക്ഷെ ഇത് കേട്ടോ അവർക്ക് എന്തില്ല, ഇതെന്തല്ല ഇത് കവിതല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓരോ പണിമ കളിക്കുന്ന ആളുകൾക്ക് അറിയാം എന്താണ് സംഭവം. ഞങ്ങൾ മീൻ വാങ്ങാൻ വന്ന എന്തായാലും പുള്ളി ചീഞ്ഞേ കിട്ടുള്ളൂ. നിങ്ങളെ കടപ്പുറംകാർക്ക് അറിയാം ഏതാണ് എത്രയോ സൈനിക കരക്കൊക്കെ കയറിയിട്ട് എന്നുള്ളത്. അതിന്റെ മേൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ അതറിയാം, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്, അതിന്റെ ഒറിജിനൽ ഏതാണ്. തുഫൈൽ പറഞ്ഞു, ഇതെന്തായാലും കവിത അല്ല, കവിതയാണ് ഞാനും എനിക്കും ചെല്ലാൻ പറ്റും, പക്ഷെ ഇത് ചെല്ലാൻ പറ്റും, ഇത് അങ്ങനത്തെ ഒരു വാക്കാണ്. തുഫൈൽ ഉടനെ മുസ്ലിമായി. ഒരു ഗോത്രത്തിന്റെ തലവനാണ് അദ്ദേഹം, ഫേമസ് കവി. തുഫൈൽ മുസ്ലിമായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, തുഫൈലെ ഈ എന്റെ നാട്ടിൽ പോയിട്ട് ആൾക്കാരെ വിളിച്ചു വന്നു. എപ്പോഴത് സംഭവം നിങ്ങൾക്ക് നബി തങ്ങൾ സാഹചര്യങ്ങൾ മക്കത്തുണ്ടാവുമോ? ഹിജ്റയും കൂടി ചെയ്തു പോയില്ല, ഞങ്ങൾ മക്കത്താണുള്ളത്, തവാഫീന മക്കത്തല്ലേ. ഖുർആൻ പൂർണ്ണമായിട്ട് അവതരിച്ചിട്ടും കൂടിയില്ല, ഖുർആൻ പൂർണ്ണമായിട്ട് അവതരിച്ചില്ല, ഖുർആൻ അവതരിച്ചിട്ടേ ഇല്ല പൂർണ്ണമായിട്ട്.
തുഫൈൽ ബിൻ അംർ ദൗസി എന്നോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഫൈലെ നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോയിട്ട് ആളുകളോട് അള്ളാഹിനെ പറ്റി പറയാം. എന്റെ നാട്ടുകാരൊക്കെ എന്റെ ഗോത്രക്കാരൊക്കെ വിളിക്കുന്നു. തുഫൈൽ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നേരെ പോയി മൂപ്പര് വീട്ടിലെത്തി, നാട്ടിലെത്തി. ഗോത്ര തലവനാണ്. അന്നത്തെ ഗോത്ര തലവൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അതേപോലത്തെ പവറാണ്. ഒരു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. തുഫൈൽ വീട്ടിൽ ചെന്ന് ഉപ്പനെ കണ്ടു. തുഫൈൽ പറഞ്ഞു നിങ്ങൾ ഞാനായിട്ട് യാതൊരു ബന്ധമില്ല. പാപ്പ ചോദിച്ചാ എന്താ അങ്ങനെ? ഇനിയിപ്പോ ഒരു കവിതൊക്കെ കഴിഞ്ഞ് ഒരു പരിപാടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നമ്മളായിട്ട് ബന്ധമില്ലായിരുന്നു. പറഞ്ഞു ഞാൻ ഒരു കലിമയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. അപ്പം വാപ്പ ചോദിച്ചു ഞാൻ ആ കലിമ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു വെച്ചു. അവരും പറഞ്ഞു. അങ്ങനെ വാപ്പ മുസ്ലിമായി. ഉമ്മനോട് പറഞ്ഞ ഉമ്മ നിങ്ങളായിട്ട് ഞാനായിട്ട് ബന്ധമില്ലായിരുന്നു. ഉമ്മ വെച്ചു മോനെ എന്താ സംഭവിച്ചത്? ഞാൻ അങ്ങനെ ഒരു കലിമ വിശ്വസിച്ചു, നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഉമ്മ വിശ്വസിച്ചു. ഭാര്യനോട് പറഞ്ഞു എന്നോട് സംസാരിക്കലെന്ന് എനിക്ക് ഹറാമാണ്. എന്ത് ഞാൻ അങ്ങനെ കലിമ വിശ്വസിച്ചിട്ടില്ല. ഭാര്യ പറഞ്ഞു ആ കലിമ ഞാൻ വിശ്വസിച്ച പ്രശ്നം കഴിഞ്ഞില്ല വെച്ച്. ഭാര്യ വിശ്വസിച്ചു. ഇപ്പൊ എത്ര ആൾ മുസ്ലിമായി? ഒന്ന് പറയുങ്ങള് 3 ആൾക്കാർ. എത്ര ആൾക്കാര്? 3 ആൾക്കാർ. തുഫൈൽ ബിൻ അംർ ദൗസി എല്ലാരും വിളിച്ചുകൂട്ടി. കാരണം അയാൾ നാട്ടിന്റെ നേതാവാണ്, ഗോത്രത്തിന്റെ. എല്ലാരും വിളിച്ചുകൂട്ടി. അദ്ദേഹം ചോദിച്ചു ഞാൻ നിങ്ങളെ നേതാവല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ നേതാവാണ്, നിങ്ങൾ ബുദ്ധിമാനാണ്, നിങ്ങൾ സമർത്ഥനാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞു കൊടുത്തു. തുഫൈൽ ഒക്കെ കേട്ടു. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് ചോദിച്ചു, നിങ്ങൾ മനസ്സിലാക്കുക ചോദിച്ചു. മനസ്സിലാക്കുക പറഞ്ഞു. തുഫൈൽ ബിൻ അംർ ദൗസി പറഞ്ഞു ഞാനൊരു കലിമയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആ കലിമ നിങ്ങൾ വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങളോട് സംസാരിക്കൽ എനിക്ക് ഹറാമാണ്, നിഷിദ്ധാണെന്ന് പറഞ്ഞു. ഈ പണിന്റെ മൂപ്പർ എല്ലായിടത്തും പറഞ്ഞു. പക്ഷെ മൂപ്പർ ഭയങ്കര നേതാവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആൾക്കാർ പറഞ്ഞാൽ എനിക്ക് എന്റെ പണിയെടുത്ത് നടക്കാറുണ്ട്. ആരോട്? തുഫൈലിനോട് പറഞ്ഞു ഹായ് നമ്മളതിലൊന്നും വിശ്വസിക്കൂല, നമ്മൾ കുറെ മുമ്പേ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യമുണ്ട്, നമ്മളതിൽ തന്നെ ഉള്ളൂ, എനിക്ക് തടിയെടുക്കാറുണ്ട്. ഇസ്ലാമിന്റെ താരീഖാണത്. നമ്മൾ വിചാരിക്കേണ്ട നമ്മളൊരാളോട് അവിടെ പറഞ്ഞു അപ്പത്തിനും ആൾക്കാരൊക്കെ അവിടെ ദീനൊന്നായിട്ട് അവിടെ മുണങ്ങും, ഇല്ല ആളുകളതൊക്കെ അവിടെ ഉൾക്കൊള്ളും. സാർമാരെ നമ്മളൊരു അയാൾ വന്ന ആ പ്രദേശം മുഴുവനാവും. ഒരാൾ വന്നിട്ട് കാര്യമില്ല. അള്ളാഹു ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന് സെപ്പറേറ്റ് എന്ത് കൊടുക്കണം? ഹിദായത്ത് കൊടുക്കണം, വെളിച്ചം കൊടുക്കണം. അതെല്ലാവർക്കും ഒന്നും കിട്ടൂല. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും പെരുമാറാവട്ടെ. തുഫൈലുകൾ ഭയങ്കര മാക്സിമം നോക്കി ഒരൊറ്റ ആൾ വിശ്വസിച്ചില്ല. ഭയങ്കര ദേഷ്യമായി. കാരണം ഒരു നേതാവാണ് കൗമിന്റെ, പറഞ്ഞോട് ഒറ്റൊന്നും അനുസരിക്കില്ല. നേരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. നേരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ നോക്കുമ്പോൾ തുഫൈൽ ഇങ്ങനെ വരുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇപ്പൊ എന്തിനു വന്നാരോ? ഞാൻ ദ്വാർപ്പിക്കാൻ വന്നാണെന്ന്. എന്തിനാണ് ദ്വാർപ്പിക്കാൻ വന്നാണ്. എന്ത് ദ്വാർപ്പിക്കാൻ? ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ് ഞാൻ. ഓരോ ഞാൻ അള്ളാഹുവിലേക്കും ഇസ്ലാമിലേക്കും ദാവത്ത് ചെയ്തു, തങ്ങളിലേക്കും ഒരൊറ്റൊന്നും മുസ്ലിം ആയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരൊറ്റൊന്നിനെ ബാക്കി വെക്കരുത്. സകല എണ്ണം എന്താവട്ടെ നശിച്ചു പോകാൻ വേണ്ടി തങ്ങളൊന്ന് എന്ത് ചെയ്യ് ഒന്ന് ദുആ ചെയ്യും. അങ്ങനെ ദ്വാർപ്പിക്കാൻ വന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി. ഞാൻ ദ്വാർന്നാള് പറഞ്ഞു. തങ്ങൾ കൈ ഉയർത്തി, തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ. 3 പ്രാവശ്യം പറഞ്ഞു. പടച്ചവനെ ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ. തുഫൈൽ ബിൻ അംർ ദൗസി വിചാരിച്ചത് ഇപ്പൊ എന്താണ്? എന്ത് പേർക്കുന്നാണ്? എന്ത് ഫുള്ള് നശിച്ചോട്ടെ. നബി ഒരിക്കലും നശിക്കാൻ ദുആ ചെയ്യാൻ വേണ്ടി വന്നതല്ല. എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നബിക്ക് ഒരാളും ശത്രുവില്ല. നബിക്ക് ഒരാളോടും നബിക്ക് ശത്രുത ഉണ്ടാവില്ല. നബിനോട് പലർക്കും എന്തുണ്ടാവും? പക്ഷെ നബിക്ക് ആരോടും ശത്രുത ഉണ്ടാവില്ല. കാരണം നബി ശത്രുതയ്ക്ക് വേണ്ടി വന്നതല്ല. നബി നരകത്തിന്റെ തീയിന്ന് മനുഷ്യരെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നബിക്ക് ആരും ശത്രുവായിട്ടുണ്ടാവില്ല. ഒരാളോടും വിദ്വേഷോ പകയോ ശത്രുത ഉണ്ടാവില്ല. ആർക്ക്? നബിക്ക്. ഒരു നബിക്കും. മുഴുവൻ നബിമാർ അതിന് വന്നാലാണ്. പ്രത്യേകിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഒരിക്കലും കേടായിട്ട് ദ്വാർക്കൂല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ അയച്ചത് കേടായി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇതേ അവസ്ഥ ഉണ്ടായിരിക്കണം നമുക്കും. ഈമാനിന്റെ, ദീനിന്റെ, ഹിദായത്തിന്റെ, ദാവത്തിന്റെ ഈ പരിശ്രമം ചെയ്യുന്ന നമ്മുടെയും മനസ്സിന്റെ അവസ്ഥ. നമുക്ക് ആരും ശത്രുക്കളില്ല. ഒരു മനുഷ്യനോട് ശത്രുത വെച്ചിട്ട് എന്താ കാര്യം? ഒരു മനുഷ്യൻ നശിച്ചു പോയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? കുറെ ആൾക്കാർ നശിച്ചു പോയി, നമുക്ക് എന്ത് കിട്ടാനാ? കുറെ ആൾക്കാർ നരകത്തിന്റെ വറകുള്ളിയാൽ നരകത്തിന്റെ വറകുള്ളിയായി, നമുക്ക് എന്ത് കിട്ടാനാ? മുഴുവൻ മനുഷ്യരും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെത്തണം? സ്വർഗത്തിൽ. അത് നമ്മളെ മനസ്സിന്റെ ആഗ്രഹം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിന്റെ ആഗ്രഹം. അതുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ. പ്രചോദന ദൗസിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസിന് ഹിദായത്ത് കൊടുക്കണേ. ശേഷം തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമാധാനത്തോടു കൂടി പറഞ്ഞു, തുഫൈലെ ധൃതി കൂട്ടരുത്, സാവധാനം പണിയെടുക്കുക, ഹിക്മത്തോടു കൂടി, വളരെ ശ്രദ്ധയോടു കൂടി, ക്ഷമയോടു കൂടി പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞയച്ചു. പിന്നെ പറഞ്ഞേക്കാൻ തുഫൈൽ ബിൻ അംർ ദൗസി വീണ്ടും ദൗസ് ഗോത്രത്തിൽ ഒന്ന് പണിയെടുക്കാൻ തുടങ്ങി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി. എവിടേക്ക്? മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോൾ തുഫൈലിന്റെ പണി എന്താണ്? റളിയല്ലാഹു അൻഹുവിന്റെ പണി എന്താണ്? ആളുകൾ അല്ലാഹുവിലേക്ക് വിളിക്കൽ തന്നെ. വിളിച്ചു ഖൈബറിന്റെ മറ്റോ യുദ്ധം കഴിഞ്ഞ് വരുമ്പം പൊടിപടലങ്ങളൊക്കെ ഉയർത്തി വലിയൊരു കൂട്ടം ആൾക്കാരായിട്ട് ഒരു കാഫില വരുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, ആരാണ് വരുന്നത്? നോക്കുമ്പോൾ മനസ്സിലായി, തുഫൈൽ ബിൻ അംർ ദൗസിയാണ് വരുന്നത്. 80 കുടുംബങ്ങളായിട്ടാണ് വരുന്നത്. എത്ര? 80 ആൾക്കാരല്ല, 80 കുടുംബങ്ങളും കൊണ്ടിട്ട് വരാണ്. ഭയങ്കര കൂടുതൽ ആളായിട്ട്. നബിതങ്ങൾ സാഹസങ്ങൾക്ക് വലിയ സന്തോഷം. ഒരാളെ പരിശ്രമമാണ് നബിതങ്ങൾ സാഹസങ്ങൾ അന്ന് തന്നെ ഈ ഉമ്മത്തിന് പണിയെടുപ്പിക്കാൻ. കാരണം തങ്ങൾ വഫാത്തായാലും ഈ പണി നടന്നുകൊടുക്കണം. 80 കുടുംബങ്ങളായിട്ട് വന്നു. തുഫൈൽ ബിൻ അംർ ദൗസിനെ മിക്കവാറും ആൾക്കാർ ആദ്യമായിട്ട് കേൾക്കായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടുണ്ടാവും. അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ ആരാ കൊണ്ടുവന്നേ? തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു ദഅവത്ത് ചെയ്തിട്ട് അഹ്ലി ഇസ്ലാം സ്വീകരിച്ച ആളാണ് ആര്? അബൂ ഹുറൈറ. എത്ര വലിയ ആളെ കിട്ടി! ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിനെ കിട്ടി. ആർക്ക്? തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ദീന്റെ ഈ പരിശ്രമം എന്ന് പറഞ്ഞത് സഹാബാക്കൾ ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണിച്ചു. ഓരോരോ നാടുകളിലും ഗലികളും കമ്പോളങ്ങളും ഒക്കെ പോയി പണിയെടുത്തു. ഇതോടെ പരിശ്രമമായിരുന്നു. ഇതിനുവേണ്ടി ഒരു നാട് വിട്ടു, ഇതിനുവേണ്ടി ഓരോ സമ്പത്ത് ചെലവാക്കി. എത്ര സമ്പത്ത് ചെലവാക്കിയത്! അല്ലാഹുവിന്റെ റസൂൽ സാഹസങ്ങൾ സ്വന്തം തങ്ങൾ ജനിച്ച നാട് വിട്ടിട്ട് പോയി. എവർക്ക്? തായിഫിലേക്ക് പോയി. പോയില്ലേ? തായിഫ് പോയി ജനങ്ങളൊക്കെ വിളിച്ചു. ജനങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് വിളിച്ചു. അവിടെ 3 കബീലക്കാരായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നു, 3 ഗോത്ര തലവന്മാർ. ഓരെ പോയിട്ട് കണ്ടു. കാരണം ഓരോ ഇസ്ലാം സ്വീകരിച്ചാൽ ബാക്കി കാര്യം എളുപ്പമല്ലോ വിചാരിച്ചിട്ട് ഓരെല്ലാം നബിതങ്ങൾ സാഹസങ്ങളെ പരിഹസിച്ചു. ഓഹോ, എന്നെ ഇപ്പൊ നബിയാക്കാൻ കണ്ട സാധനം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഓരോരുത്തരും ചോദിക്കണം. പരിഹസിച്ചു. വേറെ നബിയാണ് എന്നോട് വർത്താനം പറഞ്ഞ തീക്കളിയാണ്. ഈ നബിയല്ലേ, പിന്നെ എന്നോട് വർത്താനം പറഞ്ഞ കാര്യമില്ല, അതുകൊണ്ട് ഞാനില്ല എന്നോട് വർത്താനം പറയാൻ. ഇങ്ങനൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷെ നബിതങ്ങൾ സാഹസങ്ങളൊക്കെ സഹിച്ചു. നേതാക്കന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് കണ്ടപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ ചെയ്തത് പറഞ്ഞാല്, അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, ഞാൻ അള്ളാഹിന്റെ ഭാഗത്ത് അയച്ച റസൂലാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചില്ല. നേതാക്കന്മാർ പറഞ്ഞു, എറിഞ്ഞ ആട്ടി മോനെന്ന്. നൗസ് ബില്ലാ, ജനങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ എറിഞ്ഞു, കല്ലുകൾ കൊണ്ടെറിഞ്ഞു. തങ്ങളുടെ മുബാറക്കായ കാലിൽ നിന്ന് രക്തങ്ങൾ ഒലിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പ്രയാസമായി, നടക്കാൻ പറ്റാതായി. തങ്ങളുടെ സ്ഥലത്ത് ഇരുന്നു. ഒരു പെണ്ണ് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. തങ്ങൾ 2 കൈയും കൂട്ടി പൊക്കി. എന്നിട്ട് അവർ മുന്നോട്ടേക്ക് തള്ളി. വീണ്ടും തങ്ങൾ വരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ക്ഷീണിച്ചു പോയി. തങ്ങൾ അവശനായി. അവസാനം കുറെ നടന്നു വന്നു. ഒരു മുന്തിരിത്തോട്ടത്തിൽ കയറിയിരുന്നു. അത് മക്കയിലെ 2 ശത്രുക്കളുടെ ഉത്ബന്റെ ഷൈബന്റെ തോട്ടായിരുന്നത്. ഒരു ഭയങ്കര ശത്രുക്കളായിരുന്നു. പക്ഷെ നബിതങ്ങൾ സാഹസങ്ങൾ അവശതയും തങ്ങളുടെ ഒരു മനുഷ്യനോട് ചെയ്ത ഈ ക്രൂരമായ നിലപാട് കണ്ടിട്ട് ഓരോ മനസ്സിന് അലിവ് വന്നു.
ഓരെന്ത് ചെയ്തു പറഞ്ഞു, അവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള്, ഒരു അടിമ പണിക്കാരൻ, ഓന്റെ കയ്യിൽ ഒരു കൊട്ടയിൽ കുറച്ച് മുന്തിരി പറിച്ചിട്ട് നബിതങ്ങൾ സഹാസങ്ങൾക്ക് കൊടുത്തയച്ചു. ക്ഷീണിച്ച് അവശനായി രക്തമൊലിച്ച് കിടക്കുന്ന നബിതങ്ങൾ സല്ലല്ലാഹു അടുക്കൽ ഈ കൊട്ടയിൽ ഈ മുന്തിരി ആയിട്ട് വന്നു. എന്നാൽ തങ്ങളത് വാങ്ങി ഉടനെ നബിതങ്ങൾ സല്ലല്ലാഹു ചോദിച്ചു, ഈ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചു. പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ഞാൻ നീനുവക്കാരനാണെന്ന് പറഞ്ഞു. ഉടനെ നബിതങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, എന്റെ സഹോദരൻ യൂനുസുബിന് മത്തന്റെ നാട്ടുകാരനാണോ എന്നുവെച്ചാൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം നീനുവക്കാരനാണ്. അപ്പോഴത്തേക്കും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിന് അറിയിച്ചു? അദ്ദേഹം എന്റെ സഹോദരനാണ്, അള്ളാഹുവിലേക്ക് അടിമകളെ വിളിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച ഒരു പ്രവാചകനാണ് യൂനുസ് അലൈഹി സ്വലാം, അതേപോലത്തെ ഒരു പ്രവാചകനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തങ്ങൾ ദാവത്ത് തുടങ്ങിയപ്പം ഒത്തുബി ഷൈബക്ക് മനസ്സിലായി, ഒരു 2 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ എന്താവും ഒന്ന് പറയുകളെ, ഇവൻ കെലിമയെല്ലാം ദാഹിച്ചിട്ട് ഉടനെ പോയി വിളിച്ചു. അദ്ദേഹം പോയി. നബിതങ്ങളുടെ സഹാസങ്ങളെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നോക്കി ദാഹിച്ച് നിൽക്കാൻ, കാലിന് രക്തം പൊട്ടിയിട്ടുണ്ട്, ക്ഷീണിച്ച് അവസരമായിട്ടുണ്ട്, കിട്ടിയ മുന്തിരി വാങ്ങിയിട്ട് തിന്നല്ല ചെയ്തത്. എന്താ ചെയ്തത്? ഈ മനുഷ്യൻ എങ്ങനെങ്കിലും നരകത്തിന്റെ തീയിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ള ചിന്തയിൽ അവശനായി. സാറിമാരെ തങ്ങളെ പൂമാലിട്ട് സ്വീകരിച്ചില്ല, തങ്ങളെ കല്ലുകൾ കൊണ്ടെറിഞ്ഞു, തങ്ങളെ അങ്ങാടി പിള്ളേരെ ഏൽപ്പിച്ചു കൊടുത്തു. സാറിമാരെ ഇത് ദീനാണ്. ദീനിന്റെ പരിശ്രമം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകുക. പക്ഷേ ഈ പരിശ്രമം നമ്മൾ ചെയ്യണം. സഹാബാക്കൾ വലിയ ത്യാഗത്തോടു കൂടിയാണ് ചെയ്തത്, വലിയ വലിയ ത്യാഗത്തോടു കൂടിയാണ് സഹാബാക്കൾ ചെയ്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു അടിച്ചു പൊട്ടിച്ചു വ്രണമായ ശരീരത്തെ ചുട്ടുപായത്ത മണലിൽ കടത്തുമായിരുന്നു, നെഞ്ഞിൽ ഭാരമുള്ള കല്ലുകൾ കയറ്റിയേക്കുമായിരുന്നു. എന്നിട്ട് പറയുന്നു ഇസ്ലാം എന്ന് മാറി, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ കിടന്ന് ചാവുക. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് എന്ന് പറഞ്ഞു, അഹദ് അഹദ് എന്ന് പറഞ്ഞു. സാറിന്റെ പീഡനങ്ങൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുമ്പിന്റെ പണിയെടുക്കുന്ന ഒരു കൊല്ലനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ യജമാനത്തി ചുട്ടുപോയച്ച കമ്പുകൾ, ഇരുമ്പ് കമ്പികൾ തലയിൽ വെക്കുമായിരുന്നു, തീക്കണൽ കൂട്ടിയിട്ട് അതിലിട്ട് വലിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ രക്തവും ചെലവും ഒളിച്ചിട്ട് തീക്കണൽ അണയുമായിരുന്നു. അദ്ദേഹത്തിന്റെ മുതുകിൽ വലിയൊരു പൊത്തുമാതിരുണ്ടായിരുന്നു. സാധാരണ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടായിരുന്നു. ഓരോ സഹാബാക്കളും ത്യാഗം ചെയ്തു, ഓർക്കുള്ളതൊക്കെ കൊടുത്തു. 1,24,000 നമ്മൾ സാധാരണ പറഞ്ഞ കണക്കിൽ 1,24,000 സഹാബാക്കൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയിരുന്നു. ആ സഹാബാക്കളിൽ നബിതങ്ങൾ സഹാസങ്ങൾ ദുൽഹജ്ജ് 9 അന്ന് അറഫയുടെ താഴ്ഭാഗത്ത് ജബൽ റഹ്മയുടെ താഴ്ഭാഗത്ത് നിന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്നു എന്ന് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു എത്തിച്ചു തന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ് അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചവനെ നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. എന്നിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇതിന് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടലായിരിക്കും, ഇനി ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. എന്തൊക്കെ സഹാബാക്കളുടെ മാനസികാവസ്ഥകൾ ആലോചിക്കി സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ കേൾക്കുന്നത്. നബിതങ്ങൾ വലിയ വികാരത്തോട് കൂടി അവരോട് പറഞ്ഞു, ഇതാ ഞാൻ പോയാലും ഈ ദീൻ നിങ്ങളെ കയ്യിലുണ്ടിട്ടോ, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഈ ദീൻ ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിക്കട്ടെ. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ദീൻ എത്തിക്കട്ടെ. കാരണം ഞാൻ പോവും, പക്ഷേ ഈ ദീനും ദീന്റെ പണി നിൽക്കാൻ പാടില്ല. സഹാബാക്കൾ ആ ദീൻ ഏറ്റെടുത്തു, തങ്ങളുടെ വാക്കുകൾ ഏറ്റെടുത്തു. 1,24,000 സഹാബാക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് മക്ക, മദീന, ത്വായിഫ് തുടങ്ങിയ ഹിജാസിന്റെ പരിസരം മൊത്തം, ഉഹദ്, ബദർ ഒക്കെ ചേർത്താൽ തന്നെ ഏകദേശം 10,000 അല്ലെങ്കിൽ 12,000 സഹാബാക്കളുടെ ഖബറുള്ളൂ. ബാക്കി 1,10,000 അല്ലെങ്കിൽ 12,000 സഹാബാക്കളുടെ ഖബറുടെ സാധാരണ ലോകത്തിന് നാനാഭാഗത്തുണ്ട്. നബിയുടെ സഹാസങ്ങളുടെ പിതാവിന്റെ സഹോദരന്റെ മകൻ അബൂ താലിബിന്റെ മകൻ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കാക്ക ജാഫർ റളിയല്ലാഹു അൻഹു ജോർദാനിൽ അമ്മാന്റെ അടുത്തുള്ള മൂത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നബിയുടെ സഹാസങ്ങളുടെ വളർത്തു മകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത് ജോർദാനിലെ അമ്മാനിലെ മൂത്തയിലാണുള്ളത്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു ഖബറും അവിടെ തന്നെയാണുള്ളത്. മക്കയിൽ അടിയും കൊണ്ട് പീഡനങ്ങൾ സഹിച്ച ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത് ദമസ്കസിലാണ്. ഇങ്ങനെ സഹാബാക്കളുടെ ഖബറുകൾ ഏകദേശം മിസ്ർ, ഫലസ്തീൻ, ജോർദാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ 33,000 34,000 സഹാബാക്കളുടെ ഖബറുകളുണ്ട്. അല്ലാഹുവിന്റെ ദീനായിട്ട് പോയതാണ്, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ തങ്ങളുടെ മസ്ജിദ് നബവിയിലെ മുഅദ്ദിനായിരുന്നു.
പക്ഷെ മരിച്ചത് ഡമസ്കസിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അദ്ദേഹം അള്ളാഹുവിന്റെ ദീനിന്റെ പണിയുമായി പോയി. ബിലാൽ റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ രംഗം താരീഖിന്റെ കിതാബിൽ എഴുതുന്നുണ്ട്. ആരുമില്ലാത്ത അവസ്ഥയിൽ, കൂട്ടത്തിൽ ഭാര്യയുണ്ട്, ബോധക്ഷയം വരുന്നുണ്ട്, ബോധം തിന്ന് ഉണരുണ്ട്. ആ അവസ്ഥയിൽ ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യനോട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയും, വാ ഫർഹ, എന്റെ സന്തോഷമേ, എന്റെ സന്തോഷമേ. വീണ്ടും ബോധം കെടും, ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കാൻ, സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ ആരുമില്ല. അവസാന സമയം ബിലാൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, ബോധക്ഷയത്തിൽ നിന്ന് ഉണർന്നു, ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കാൻ. ഭാര്യനോട് ചെയ്യും, എന്തിന് നീ കരയുന്നു? ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. വാ ഫർഹ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. നാളെ കൂട്ടുകാരനെ കാണുന്ന ദിവസമാണ്. മുഹമ്മദൻ വസഹ്ബ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും കാണാനുള്ള കൊതിയിലാണ് ഞാനുള്ളത്. നീ എന്തിനാണ് കരയുന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിച്ചു, വീടുകൾ കയറിയിറങ്ങി, ഓരോരുത്തരോടും അള്ളാഹുലേക്ക് വിളിച്ചു, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. സാർമാരെ, ഈ ദീൻ നമ്മൾ എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയൊരു നബി വരാനില്ല, ഞാൻ നിങ്ങൾ ഈ പണിയെടുക്കണം. താനൂരിന്റെ കടപ്പുറം, താനൂരിന്റെ പ്രദേശങ്ങളിൽ ഓരോ വീട്ടിലും കയറി നമ്മുടെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ, നമ്മളെ നിയന്ത്രിക്കുന്നവനായ, നമ്മുടെ എല്ലാമായ നമ്മൾ അള്ളാഹിനെ കുറിച്ച് നമ്മളല്ലാണ്ട് വേറെ ആരാ പറയാ? അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് ആരാ പറയാ? അള്ളാഹിനെ കുറിച്ച് പറയലില്ല, കേൾക്കലില്ല. ഏതവസ്ഥയിലെത്തി? നമ്മുടെ മുസ്ലിമീൻ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പരസ്യമായി ലംഘിച്ചുകൊണ്ടിരിക്കാൻ, മദ്യപാനികളായി, വ്യഭിചാരികളായി, തോന്നിയാസികളായി, മദ്യപിച്ച അവസ്ഥയിൽ അപകടങ്ങളിൽ മരിച്ചുകൊണ്ടിരിക്കാൻ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യശ്റബു ശാരിബ് ഹീന യശ്റബുഹു മുഅ്മിൻ, മദ്യപിക്കുന്ന ആള് മദ്യപിച്ചുകൊണ്ടിരിക്കെ മുഅ്മിനായിരിക്കെ അവൻ മദ്യപിക്കുകയില്ല എന്നുവെച്ചാൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഈമാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്നവൻ മുഅ്മിനായിരിക്കുന്ന അവസ്ഥയിൽ വ്യഭിചരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നുവെച്ചാൽ വ്യഭിചാരത്തിന്റെ അവസ്ഥയിൽ അവനിൽ ഈമാൻ ഉണ്ടാവില്ല. വലാ യസ്രിഖു സാരിഖ് ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, മോഷണം നടത്തുന്നവൻ മുഅ്മിനായിരിക്കുന്ന അവസ്ഥയിൽ മോഷണം നടത്തുകയില്ല എന്ന് പറഞ്ഞു. സാർമാരെ, ഈ അവസ്ഥയിലാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലഹരിയിൽ വാഹന അപകടങ്ങളിലും ഓവുചാലുകളിലും കടന്ന് നമ്മളെ സഹോദരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഹൃദയം പിടക്കില്ല. എവിടേക്കാണ് നമ്മളെ സഹോദരങ്ങൾ പോകുന്നത്? അതുകൊണ്ട് ഓരോ വീടും ഓരോ ആളും പോയി കണ്ട് അള്ളാഹിനെ കുറിച്ച് പറയുക, ആഖിറത്തിനെ കുറിച്ച് പറയാ. ഇത് നമ്മൾ ഉത്തരവാദിത്തമാണ് സാറിന്. ഇതിനുവേണ്ടി നമ്മൾ അള്ളാഹ് നൽകിയ സമ്പത്ത് ചെലവാക്കണം, ഇതിനുവേണ്ടി അള്ളാഹ് തന്ന ശരീരം ചെലവാക്കണം. ഇതിന്റെ പേരിലാണ് നമ്മളോട് പറഞ്ഞത്, ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടും. കുറഞ്ഞ സമയത്തേക്ക് പുറപ്പെടും. സാർമാർ എത്രയോ കൊല്ലം ഇവിടെ ജീവിച്ചു. അള്ളാഹിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്ത്? അതുകൊണ്ട് യാത്രകൾ ചെയ്തു. ദുനിയാവുണ്ടാക്കാൻ വേണ്ടി വർഷങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി കിടക്കുന്നു. ദുനിയാവിന്റെ സമ്പാദ്യ മാർഗത്തിന് വേണ്ടി